നമ്മുടെ ചുറ്റും പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ലേബലിംഗ് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ലേബൽ ചെയ്യുകയോ ഒരു ബ്രാൻഡ് നെയിം പോലെയൊക്കെ പറയുകയോ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് വളരെയധികം കൂടുതലാണ്. സ്കൂളിലും വീടുകളിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ പറ്റി അവൻ ദേഷ്യക്കാരനാണ്, പൊക്കമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അനുസരിക്കാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ആ കുട്ടി ഹൈപ്പറാണ്, അവൻ ഇൽറ്റി ആണ്, OCD ആണ്, ADHD ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ മുദ്ര കുത്തും. പലപ്പോഴും ഇത് ചെയ്യുന്നത് ഒരു മുൻവിധിയോടെയാണ്. ശരിക്കും ഈ പറയുന്ന കാരണങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവണമെന്നുമില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല ഈ ലേബലിംഗ് എന്നുള്ളത്. കാരണം ഇങ്ങനെ ലേബൽ ചെയ്യുന്നത് അവരുടെ പെരുമാറ്റത്തെയും സ്വന്തമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടിനെയും ആ ഒരു കോൺഫിഡൻസിനെയും ഒക്കെ ഇത് ബാധിക്കും. സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്തിനെസ്, സെൽഫ് പെർസെപ്ഷൻ ഇതിനെയൊക്കെ ഇത് സാരമായി ബാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫൻസി. ഈ വ്യക്തികൾ ഈ ലേബലുകൾ ഉൾക്കൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ അത് പ്രതിഫലിപ്പിക്കും. ചിലരെങ്കിലും ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇന്റേണലൈസ് ചെയ്തിട്ട് അതുപോലെ പെരുമാറാനും, അതായത് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു ശ്രമം വെറുതെ അവർ നടത്തും. ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഈ ലേബലുകൾ തനിക്കൊരിക്കലും മാറ്റാനാവാത്തവയാണെന്നൊരു ഉറച്ച വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കും. ഇത് ഇവർക്ക് മാറുന്നതിനും അതോടൊപ്പം തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതിനുമൊക്കെയുള്ളൊരു പ്രചോദനം ഇല്ലാതാക്കുകയും ചെയ്യും. ഇമ്പാക്റ്റ് ഓൺ സെൽഫ് എസ്റ്റീം. ഈ നെഗറ്റീവ് ലേബലുകൾ അവരുടെ സ്വയം മൂല്യത്തെ നശിപ്പിക്കും. മോശക്കാരൻ, ദേഷ്യക്കാരൻ എന്നൊക്കെയുള്ള വിളികൾ അവർക്ക് തങ്ങൾക്കൊരു വിലയില്ലാത്തതുപോലെ, എന്തോ ഒരു കുറവുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾക്ക് കാരണമാവുകയും ഇത് അവരെ ഒരു നെഗറ്റീവ് സെൽഫ് എസ്റ്റീമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. എക്സ്പെക്ടേഷൻ ആൻഡ് പ്രഷർ. ഇങ്ങനെയുള്ള വിളികൾ ഇവരിൽ തെറ്റായൊരു പ്രതീക്ഷ ഉണ്ടാക്കി, അതായത് അത് പാലിക്കപ്പെടുവാനായിട്ട് ഒരു അനാവശ്യ സമ്മർദ്ദം ഇവരിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. സോഷ്യൽ ഇൻട്രാക്ഷൻ. ഇങ്ങനെയുള്ള വിളികൾ ഇവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനും അവരെ മാറ്റി നിർത്തുന്നതിനും ഒക്കെ കാരണമാവാറുണ്ട്. ഇതിവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് പിന്നോട്ട് മാറി നിൽക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കാറും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിത് എങ്ങനെ മാറ്റി പറയാം? ഈ നെഗറ്റീവ് ലേബൽസിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ലേബൽസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം എന്ന് നോക്കാം. നെഗറ്റീവ് ലേബലുകൾ ദോഷകരമാകുമ്പോൾ പോസിറ്റീവ് ലേബലുകൾ നിർണായകമായി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ ഹാർഡ് വർക്കിംഗ്, മികച്ച പ്രവർത്തനം എന്ന് പറയുന്നത് അവനൊരു ആവേശം നൽകുന്നതിനും ഒരു പോസിറ്റീവ് വിശ്വാസവും ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കുന്നതിനും സഹായിക്കും. പക്ഷേ പോസിറ്റീവ് ലേബലുകളും ശ്രദ്ധയോടെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ ഇത് അനാവശ്യമായ ഒരു സമ്മർദ്ദത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ഫോക്കസ് ഓൺ ബിഹേവിയേഴ്സ്, നോട്ട് ട്രേറ്റ്സ്. വ്യക്തിയെ ലേബൽ ചെയ്യുന്നതിന് പകരം ആ സമയത്തുണ്ടായ പെരുമാറ്റത്തെ പറ്റി പറയുക. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ ക്ഷമയില്ലാത്തവൻ എന്ന് വിളിക്കുന്നതിന് പകരം നമുക്ക് നിനക്ക് വെയിറ്റ് ചെയ്തിരിക്കുവാൻ, കാത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് പറയുക. എൻകറേജ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പ്രാക്ടീസിലൂടെയും അല്ലെങ്കിൽ ആ ഒരു കഴിവ് വളർത്തിയെടുക്കുന്നതിലൂടെയുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുക.
പ്രൊവൈഡ് ബാലൻസ്ഡ് ഫീഡ്ബാക്ക്. എപ്പോഴും പോസിറ്റീവ് പ്രതികരണവും വിമർശനവും ഒരുപോലെ നൽകുക. ഒരു വ്യക്തിയുടെ മൂല്യം ഒരു പ്രത്യേക സ്വഭാവത്തിനോട് ബന്ധിപ്പിക്കാതെ, അതായത് നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉദാഹരണത്തിന് നീ നന്നായി പാട്ട് പാടുന്നുണ്ട്, പക്ഷെ അത് ക്ലാസ് എടുക്കുന്ന സമയത്തല്ല, ഒഴിവു സമയത്താണെങ്കിൽ എല്ലാവർക്കും അത് ആസ്വദിക്കുവാനും ടീച്ചറിന് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാവാതെ ഇരിക്കാനും സഹായിക്കുമെന്ന് പറയുക. ഇത് തൻ്റെ കഴിവിനെയല്ല വിമർശിച്ചതെന്നും മറിച്ച് താൻ ആ കഴിവ് പ്രകടിപ്പിച്ച സമയത്തെയാണ് വിമർശിച്ചതെന്നുമുള്ള ഒരു ബോധ്യമുണ്ടാക്കുവാൻ സഹായിക്കും. ഒരാളെയും ലേബൽ ചെയ്യാതെ വ്യക്തിയെ വ്യക്തിയായും പെരുമാറ്റത്തെ പെരുമാറ്റമായും രണ്ടായി കാണാൻ ശ്രമിക്കുക.